ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവിനെ ആദ്യമേ സ്തുതി കരയറ്റാം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ പണമുണ്ടാക്കാനും ജീവിതത്തിൽ വിജയിക്കാനും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളും സ്വസ്ഥതയും നമ്മുടെ വിശ്വാസവും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന് വിചാരിച്ച് നമ്മൾ ഓടുന്ന ഓട്ടം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വലിയൊരു കെണിയിലേക്കാണോ എത്തിക്കുന്നത്? പണത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ലോകം തരുന്ന തെറ്റായ ചിന്താഗതികളെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 1 തിമോഥെയോസ് 6:10. AD 62-64 അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ മകനായ തിമോഥെയോസിന് എഴുതുന്നതാണ് ഈ ലേഖനം. വചനം ഇപ്രകാരമാണ്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. തിമോഥെയോസ് എഫെസോസിലെ സഭയെ നയിക്കുന്ന കാലത്താണ് പൗലോസ് ഈ കത്ത് എഴുതുന്നത്. അക്കാലത്ത് എഫെസോസ് എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. ആഡംബരം, വിഗ്രഹാരാധന, വ്യാപാര ലോകം, ധനമോഹം ഇവയാൽ നിറഞ്ഞ ഒരു വലിയ നഗരം. സഭയ്ക്കുള്ളിൽ ചില വ്യാജ ഉപദേശകരും ആ കാലത്തുണ്ടായിരുന്നു. അവർ ദൈവത്തെക്കാൾ പണത്തെയാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ പൗലോസ് അവർക്കൊരു മുന്നറിയിപ്പ് നൽകി: പണത്തിനു വേണ്ടി ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. പണം ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം. നിർഭാഗ്യവശാൽ ഈ ഒരു ചിന്താഗതി സഭയ്ക്കുള്ളിലേക്കും കടന്നു വന്നു. ദൈവഭക്തിയെ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി പലരും കാണാൻ തുടങ്ങിയപ്പോഴാണ് പൗലോസ് ഈ കടുത്ത മുന്നറിയിപ്പുമായി വരുന്നത്. സഹോദരി സഹോദരങ്ങളെ, പലരും ഈ വചനം തെറ്റായാണ് ഉദ്ധരിക്കാറുള്ളത്. പണം സകല ദോഷങ്ങൾക്ക് മൂലമാണ് എന്ന് പലരും പറയുന്നു. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് ധനസ്നേഹമാണ്, അഥവാ ധനത്തോടുള്ള അല്ലെങ്കിൽ പണത്തോടുള്ള അത്യാഗ്രഹമാണ്. ദ ലവ് ഓഫ് മണി ആണ് സകലവിധ ദോഷങ്ങൾക്കും മൂലകാരണം. പണം എന്ന് പറയുന്ന വെറും ഒരു കടലാസാണ്. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ അത് നല്ലതാണ്. പണം തെറ്റല്ല. പണം കൊണ്ട് വിശപ്പുള്ളവരെ സഹായിക്കാം, കുടുംബങ്ങളെ സംരക്ഷിക്കാം, വിദ്യാഭ്യാസം നൽകാം, ശുശ്രൂഷകൾ നടത്താം, മറ്റുള്ളവരെ സഹായിക്കാം, തീർച്ചയായിട്ടും. എന്നാൽ പണം നമ്മുടെ ദാസനാകേണ്ടിടത്ത് അത് യജമാനായാൽ അവിടുന്ന് തുടങ്ങും നമ്മുടെ പ്രശ്നങ്ങൾ. എന്നാൽ നമ്മുടെ പണം ദൈവമായി മാറുമ്പോൾ, പണത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ സത്യസന്ധതയും കുടുംബത്തെയും സമാധാനത്തെയും പണം വയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു വലിയ കെണിയിലേക്കാണ് വീഴുന്നതെന്ന് ഓർക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, സത്യസന്ധമായി പണം സമ്പാദിക്കുന്നത് തെറ്റല്ല. കഠിനാധ്വാനം ചെയ്യുക, മാന്യമായി സമ്പാദിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, ഇതാണ് ദൈവിക ജീവിതം. പക്ഷെ ഇന്നും പലരും പണത്തിനായി ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. പിന്നീട് ആരോഗ്യത്തിനായി പണം ചെലവാക്കുന്നു. ചിലർ കുടുംബത്തെ മറക്കുന്നു, ചിലർ സത്യസന്ധതയെ വിട്ടുകൊടുക്കുന്നു, ചിലർ സമാധാനവും വിശ്വാസവും പോലും നഷ്ടപ്പെടുത്തുന്നു. ലോകം പഠിപ്പിക്കുന്നത് എന്താ ഇപ്പോൾ? കൂടുതൽ പണം, കൂടുതൽ സന്തോഷം. എന്നാൽ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വേറെയാണ്. പണമുണ്ടെങ്കിലും സമാധാനം ഇല്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രശസ്തി ഉണ്ടെങ്കിൽ ഒരു സന്തോഷമില്ലാത്ത എത്രയോ ആൾക്കാരെ നമുക്ക് ദിവസവും കാണാൻ സാധിക്കും. കാരണം യഥാർത്ഥ സമാധാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നു, പണാഗ്രഹമുള്ളവർ പല ദുഃഖങ്ങൾക്കും ഇരയായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രീക്കിൽ പറയുന്നത് സ്വയം കുത്തി മുറിവേൽപ്പിക്കുക എന്നതാണ്. അത്രയ്ക്ക് ശക്തമാണ് ആ വാക്കുകൾ. ധനമോഹം അസൂയ സൃഷ്ടിക്കുന്നു, അഴിമതി സൃഷ്ടിക്കുന്നു, ബന്ധങ്ങൾ തകർക്കുന്നു, സ്നേഹം നശിപ്പിക്കുന്നു. പണം നല്ല ദാസനാണ്, പക്ഷേ മോശം യജമാനനാണ്. വിജയം തെറ്റല്ല, ബിസിനസ് തെറ്റല്ല, വളർച്ച തെറ്റല്ല. എന്നാൽ നമ്മുടെ ഭാവി നിർമ്മിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ നാം നഷ്ടപ്പെടുത്തരുത്. സത്യസന്ധമായി സമ്പാദിക്കുക, ആവശ്യക്കാരെ സഹായിക്കുക, വിനയത്തോടെ ജീവിക്കുക,
നന്ദിയുള്ള ഹൃദയം കൈവശമാക്കുക. ഓർക്കുക, പണം വീട് വാങ്ങാം, പക്ഷേ കുടുംബസ്നേഹം വാങ്ങാൻ കഴിയില്ല. പണം വരുന്ന വാങ്ങാം, പക്ഷേ സമാധാനം വാങ്ങാൻ കഴിയില്ല. പണം പ്രശസ്തി നൽകാം, പക്ഷേ യഥാർത്ഥ സന്തോഷം നൽകാൻ പണത്തിന് സാധിക്കുകയില്ല. ദൈവം മാത്രമാണ് മനുഷ്യ ഹൃദയത്തിൽ ശൂന്യത നിറക്കാൻ കഴിയുന്നത്. പണത്തിന് പുറകെ അന്ധമായി ഓടുന്ന മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ സന്തോഷത്തിലേക്കാണ് ഓടുന്നതെന്നാണ്. എന്നാൽ അവൻ അറിവില്ലായ്മ കൊണ്ട് സ്വന്തം ഹൃദയത്തിലേക്ക് ഉത്കണ്ഠയുടെയും ഭയത്തിൻ്റെയും നിരാശയുടെയും മൂർച്ചയുള്ള ആയുധങ്ങൾ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്നതാണ്. കാരണം ഈ ലോകത്തിലെ സകല സമ്പത്തിനേക്കാളും വിലയേറിയ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി തൻ്റെ ജീവനെ തന്നവനാണ് നമ്മുടെ ദൈവപുത്രൻ. പണം ഒരു ഉപകരണമാകട്ടെ, ജീവിതത്തിൻ്റെ ദൈവമാകരുത്. കഠിനമായി പ്രവർത്തിക്കാം, പക്ഷെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാം. സമ്പത്ത് സമ്പാദിക്കാം, പക്ഷേ ജ്ഞാനം നഷ്ടപ്പെടരുത്. എപ്പോഴും ഓർക്കുക, പണത്തോടുള്ള ആർത്തി സകലവിധ ദോഷങ്ങൾക്കും ഒരു മൂല കാരണമാണ്. അതുകൊണ്ട് ഇന്ന് പണത്തിൻ്റെ പുറകെയുള്ള അനാവശ്യമായ ആകുലതകൾ മാറ്റിവെക്കുക. പണം നമ്മുടെ കൈകളിൽ ഒരു ദാസനായിരിക്കട്ടെ, ഒരിക്കലും അതിനെ നമ്മുടെ യജമാനാക്കാൻ നാം അനുവദിക്കരുത്. ദൈവത്തെ നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപമാക്കുക. അങ്ങനെ സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ, അത് പങ്കുവയ്ക്കുന്ന നിൻ്റെ മക്കളെ, അവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ നിമിഷം തന്നെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ രക്തവളപ്പിൽ അവർ സംരക്ഷിച്ചു കൊള്ളണമേ. അവർ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നോട് കൂടി ആയിരിക്കാൻ, നിന്റെ ചിറകിൻ മറവിലായിരിക്കാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ സകല ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നാഥ അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ കർത്താവേ, പണത്തോടുള്ള അത്യാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരികയില്ല എന്ന് നിങ്ങൾ അറിയുന്നു. കർത്താവേ, പണമല്ല ഞങ്ങൾക്ക് പ്രാധാന്യം, നീയാണ്. നീ സമാധാനം തരുന്ന ദൈവമാണ്. പണം ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് നീ ഞങ്ങൾക്ക് നൽകും. പണം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം മതി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, നിന്റെ കൃപ മതി. നീ നൽകുന്ന ആ ഹൃദയ സമാധാനം, ആ സന്തോഷം, അത് ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, പണത്തിനു വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം വ്യക്തിപരമായി ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുന്ന മക്കളെ, അവരുടെ ആവശ്യങ്ങളെ, കർത്താവെ, അവർക്ക് കൊടുത്തിട്ടുള്ള സകലത്തെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എത്ര വലിയ ആവശ്യങ്ങളായാലും ഈ നിമിഷം കർത്താവെ, നിന്റെ കൃപ മൂലം അവർക്ക് നടത്തി കൊടുക്കണമേ. പ്രയാസങ്ങളിലായിരിക്കുന്നവരെ, വേദനകളിലായിരിക്കുന്നവരെ, ദുഃഖത്തിലായിരിക്കുന്നവരെ, ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരെ, കർത്താവ്, സകലവും നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് മുമ്പോട്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരെ, സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ, വേദന കൊണ്ട് പൊളയുന്ന മക്കളെ, ആശ്വാസം കൊടുക്കാൻ ആരുമില്ലാത്തവരെ, കർത്താവേ, ഈ നിമിഷം നീ തൊടണമേ. ഈ നിമിഷം നീ അവരെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. നിന്റെ തൃപ്പാദത്തിൽ അവരെ മറച്ചു കൊള്ളണമേ. സന്തോഷ സമാധാനവും ഐശ്വര്യവും നീ കൊടുക്കണമേ. അവർ നല്ല ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണമേ. പിശാച് അവരെ നോക്കുവാൻ പോലും അനുവദിക്കരുത്. കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. നിന്നെ കണ്ട് ആനന്ദിച്ച് നീ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ നടപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾക്ക് സൗഭാഗ്യം നീ കൊടുക്കണമേ. കർത്താവെ, നിന്റെ കൃപ ഇത്രത്തോളം വഴി നടത്തിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പദ്ധതികളെയും എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ ആലോചന പറഞ്ഞ വഴി നടത്തണമേ. ഞങ്ങൾ പോകുന്ന വഴികളിൽ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ. ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണമേ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണമേ. നിന്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. ആരോഗ്യത്തെ നീ ക്രമീകരിക്കണമേ. തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണം. എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥന വെറും ജൽപ്പനങ്ങളായി തീരാതെ യേശു നിന്റെ തിരുനാമ മഹത്വത്തിനായി തീരുമാനാകണമേ. കർത്താവ്, നിന്റെ മക്കളെ തന്നിരിക്കുന്ന എല്ലാ നന്മകളോടും കൂടെ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ. ആമേൻ.